ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനുരാജ് എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനുരാജ്, യഥാർത്ഥ പേരല്ല കേട്ടോ. ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ചില അവിചാരിത സംഭവങ്ങൾ പണ്ട് മുതലേ നടക്കുന്നുണ്ട്. അതിപ്പോൾ ഇത്തിരി ട്വിസ്റ്റായിരിക്കുകയാണ്. മാഡം, എൻ്റെ കഥയൊന്ന് വായിക്കണം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ചില സംഭവങ്ങൾ നടക്കുന്നത്. എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു വീടുണ്ട്. ആ വീട്ടിലെ അങ്കിളിനും ആൻറ്റിക്കും ഒരു മകനും ഒരു മകളുമാണുള്ളത്. മകളാണ് മൂത്തത്. ആ ചേച്ചി കുറേ വർഷമായിട്ട് അവരുടെ തറവാട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ. ഞാൻ 10ാം ക്ലാസ്സിലായപ്പോഴാണ് അവർ ഇവിടെ വന്നതെന്ന് സ്ഥിരമായി പഠിക്കാനൊക്കെ പോകാൻ തുടങ്ങിയത്. നിഷ ചേച്ചി അപ്പോൾ PGക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി ഡിഗ്രിക്ക് റാങ്ക് ഹോൾഡറായിരുന്നു പോലും. അതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം വലിയ കാര്യമാണ്. പഠിച്ചെടുത്തെല്ലാം പഠിക്കാൻ 1ാം സ്ഥാനമായിരുന്നു. ധാരാളം ട്രോഫികളും ഷീൽഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. കാണാൻ അതീവ സുന്ദരിയാണ്. അതുമാത്രമല്ല, ഇത്തിരി ഇളക്കവും തൻ്റെ ഇടവും കൂടുതലുമാണ്. ഇപ്പോൾ ഇവിടെ വന്ന് സ്ഥിര താമസമാക്കി കഴിഞ്ഞ ശേഷം എന്നോട് ഇടയ്ക്കിടയ്ക്ക് നല്ല കൂട്ടാണ്. ചില സമയത്ത് വലിയ പഠിപ്പിസ്റ്റായിട്ട് വീടിനകത്തിരിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ വിളിച്ച് പറഞ്ഞു, മോളെ എടീ നിഷേ, ചെക്കനാണെങ്കിൽ പഠിക്കാൻ ഇത്തിരി പിന്നോട്ടാണ്. അവൻ 10ാം ക്ലാസ്സിലാണ്. നീ ഒന്ന് പഠിപ്പിക്കടി. എല്ലാ വിഷയവും നീ തന്നെ അങ്ങ് പഠിപ്പിച്ചാൽ മതി. എന്നിട്ട് നന്നാക്കി എടുക്കുക. അവന് 1ാം സ്ഥാനം ഒന്നും കിട്ടിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നിഷ ചേച്ചി എൻ്റെ സാരഥ്യം ഏറ്റെടുത്തു. തൊട്ടടുത്ത വീടുകളല്ലേ, ആരും ഞങ്ങളെ ശ്രദ്ധിക്കാൻ വരികയില്ല. അവരുടെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് 7 മണിക്കാകുമ്പോഴാണ് വരുന്നത്. അതല്ലാതെ അവരുടെ തറവാട്ടിലൊക്കെ അവർ ഇടയ്ക്ക് കയറിയിട്ട് ചിലപ്പോൾ വൈകുന്നേരം താമസിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ചേച്ചിയുടെ അനിയനുണ്ട്. അവനപ്പോൾ തറവാട്ടിലേക്ക് മാറുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ മിക്കവാറും ട്യൂഷൻ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കാണുകയുള്ളൂ. 10ാം ക്ലാസ്സിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. +1 മാറിക്കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി തന്നെയാണ് എൻ്റെ ട്യൂഷൻ ടീച്ചർ. ആ സമയത്ത് എന്നോട് പറഞ്ഞു, ഇനിയിപ്പം നിന്നോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. നിനക്ക് ലൈൻ ഉണ്ടോടാ? നിൻ്റെ കൂടെ എത്ര ആൺപിള്ളേരുണ്ട്, പെൺപിള്ളേരുണ്ട്? നിങ്ങൾ ആണുങ്ങളെല്ലാം കൂടെ കൂടിയിരുന്ന് എന്താ പറയുക? നിങ്ങളുടെ ക്ലാസ്സിലെ ഏത് പെണ്ണാണ് നല്ല ചരക്ക് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ചേച്ചി എൻ്റെ മുട്ടിന് മീതെ തഴുകിക്കൊണ്ട് പറയുകയാണ്, എടാ നീ ഇപ്പോൾ മുതിർന്ന ചെക്കനായി. +2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനായി. പിന്നെ സാങ്കേതികമായിട്ട് ഗവൺമെൻറ് അംഗീകരിക്കുന്ന പ്രായമൊന്നുമല്ല. എന്നാൽ ഞാൻ പറയുകയാണ്, 10ാം ക്ലാസ് പോലല്ല. +1കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു പുരുഷനാണ്. പുരുഷന്മാർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല താല്പര്യമായിരിക്കുമല്ലോ. പറയടാ, ഏത് പെണ്ണോടാണ് നിനക്ക് ലൈനുള്ളത്? ഏത് പെണ്ണിനെ ഓർത്താണ് നീ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാ, അങ്ങനെയുള്ള കാര്യങ്ങളും ചേച്ചിയോട് ചോദിക്കരുത്, ഞാൻ അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ ചേച്ചി എൻ്റെ കൈ പിടിച്ച് തഴുകിക്കൊണ്ട് പറഞ്ഞു, എടാ പൊട്ട, ഈ പ്രായമല്ല, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞു തുടങ്ങണം. നീ എന്തായാലും ബയോളജി ഒക്കെ പഠിക്കുന്നതല്ലേ, നിനക്കിതെല്ലാം നേരത്തെ അറിയാമെന്നറിയാം. ഏത് ക്ലാസ്സിലാണ് നീ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ലെന്ന്. അപ്പോൾ ചേച്ചി എൻ്റെ കൈവെള്ള രണ്ടും ഒന്ന് പരതിട്ട് പറയുകയാണ്, കള്ളത്തിനും പറയുകയാണ്, ഉണ്ട്, നീ അങ്ങനെ എല്ലാം ഉണ്ട്, എനിക്കറിയാവിടാ, സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, 9ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതി നിന്നപ്പോഴാണ് ആദ്യമായിട്ടെന്ന്. എനിക്കറിയാവിടാ, നീ ഒരു കുറുക്കനാണെന്ന്. ഒന്നും ഞാൻ ചോദിക്കാറുണ്ട് എന്താണെന്നറിയാമോ, +2 ആകട്ടെ എന്ന് വിചാരിച്ചാണെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇത്തരം കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേന്ന്. അപ്പോൾ ചേച്ചി എൻ്റെ മൂക്കിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു, എന്താടാ പ്രശ്നം? ഞാനൊരാണും നീ ഒരു പെണ്ണും. നമ്മൾ പറഞ്ഞത് ആരും അറിയരുത്, ആരും കേൾക്കരുത്, നമ്മളുടെ വീട്ടുകാരോടും പറയരുത്. പിന്നെ ഞാനിങ്ങനെ ചോദിച്ചു, നീ എന്നോട് സംസാരിച്ചു എന്നൊന്നും നീ ഒരിക്കലും ആരോടും പറഞ്ഞു പോകരുത്. അങ്ങനെ ചെയ്താൽ ഇക്കാലത്ത് വലിയ അബദ്ധമാണ്, നിനക്കറിയാമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം ചേച്ചി ഇത്. അപ്പോൾ ചേച്ചിയോട് ഇങ്ങനെ കുത്തി ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമൊക്കെ നാണം കൊണ്ടെങ്കിലും പിന്നീട് ചേച്ചി ചോദിക്കുന്നതിനൊക്കെ ഞാനും ഉത്തരം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇത്തരം കാര്യങ്ങൾ നന്നായി സംസാരിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് ചില മാസികളൊക്കെ ഇല്ലേ, അത് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു മാഗസിൻ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പിന്നീട് സ്ഥിരമായി എൻ്റെ കയ്യിൽ പൈസ തന്നുവിടും. എവിടെ കണ്ടാലും അത് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറയും. ഞാൻ പറയും, ചേച്ചി മൊബൈൽ ഇഷ്ടം പോലുള്ളപ്പോൾ എന്തിനാണ് ഇത്തരം മാഗസിൻസൊക്കെ വായിക്കുന്നതെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, നിനക്കറിയില്ല, അത് വായിക്കുന്നതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാണ്. വായിക്കുമ്പോൾ നമ്മൾ ഭാവനയിൽ ഇങ്ങനെ കാണും, അതാണ് ഏറ്റവും രസകരം. വായനയുടെ രസം ഒരിക്കലും തീരില്ല മോനെ. അതുകൊണ്ടാണ് മാഗസിൻ നിന്നോട് വാങ്ങിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എന്തായാലും ഇങ്ങനെ പല സഹായങ്ങളും ചേച്ചിക്ക് ഞാൻ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം
ചേച്ചി എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവൾ പറയുക എനിക്കൊരു ഡെവലപ്മെൻ്റ് ഇല്ലെന്ന്. ഞാൻ ചോദിച്ചു എന്ത് ഡെവലപ്മെൻ്റ് ഇല്ലെന്ന്. അപ്പോൾ ചേച്ചി കഴുത്തിന് കീഴെ ഇങ്ങനെ തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞു, എന്തോ നന്നായിട്ട് ഇനി ഡെവലപ്പ് ചെയ്യണമെന്നാണ് അവൾ പറഞ്ഞത്. തൽക്കാലം എനിക്ക് കാമുകനൊന്നുമില്ല, വിശ്വസിക്കാൻ പറ്റുന്ന ആണുങ്ങളുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കാമുകനുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ പേരുദോഷമാകും. അതുകൊണ്ട് മോൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങനെ സഹായിക്കണമെന്ന്. മോനെ വികസിത രാജ്യമാക്കാൻ വേണ്ടിയിട്ട് മോൻ സഹായിക്കണം. മോൻ കൈമേയ് മറന്ന് എന്നെ സഹായിച്ചാൽ മോനും തിരിച്ച് ഞാൻ സഹായം ചെയ്തു പറഞ്ഞു. ആദ്യം എനിക്ക് മനസ്സിലായില്ലെങ്കിലും ചേച്ചി എൻ്റെ കൈ പിടിച്ചു വെച്ചിട്ട് പോ എന്നുള്ള രീതിയിൽ എന്നെ ഉദ്ഘോഷിപ്പിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ചോദിച്ചു ഇങ്ങനെയായി കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്ന്. ചേച്ചി പറഞ്ഞു ഒരു കുഴപ്പമില്ല, നല്ല ഡെവലപ്മെൻ്റ് ഉണ്ടാകും. നീ വേണമെങ്കിൽ പുറകിൽ ഒരു കസേര ഇട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ എന്നോട് ചേർന്നിരുന്നിട്ടോ മുന്നിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും നിൻ്റെ കുസൃത്തരങ്ങൾ തുടരാം. നിനക്കൊരു പുതിയ അനുഭവമായിരിക്കും എന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് ആശങ്കയായിരുന്നു, പുറമെയായിരുന്നു എല്ലാം. അത് കഴിഞ്ഞ ശേഷം ചേച്ചി എനിക്ക് വേണ്ടി ദർശന സൗഭാഗ്യങ്ങൾ അനുവദിച്ചു. ചില സമയത്തൊക്കെ പെറ്റു വീണ കുഞ്ഞിനെ പോലെ എന്നോട് ചില കാര്യങ്ങൾ അനുസരിക്കാൻ ചേച്ചി പറഞ്ഞു. ഞാനത് അനുസരിക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദവും പരമാനന്ദവും ഒരുമിച്ചായിരുന്നു. പക്ഷെ ചേച്ചി പറഞ്ഞു ഇത്രയും മാത്രമാണ് നിൻ്റെ ബൗണ്ടറി, ഇതിൽ കൂടുതൽ ഒന്നും കടക്കില്ല. കാര്യം ചേച്ചിക്ക് ഡെവലപ്മെൻറ്റ് വേണം, അതുകൊണ്ടാണ് മോൻ്റെ സഹായം ഞാൻ ആവശ്യപ്പെടുന്നത്. ഇത് രഹസ്യമായിരിക്കണം. അതിന് പകരമായിട്ട് ചേച്ചി മോനും ഒരു കൈ സഹായം തരും എന്ന് പറഞ്ഞിട്ട് എന്നെയും അതിലേക്ക് വലിച്ചിഴച്ചു. അപ്പോൾ ചേച്ചിക്ക് ഞാൻ സഹായം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി എന്നെയും സഹായിച്ചു. പതിയെ ഞാനതിൽ അഡിക്റ്റായി. പിന്നെ +2 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പരതിയെങ്കിലും ചേച്ചി പറഞ്ഞു അതിന് ഒരിക്കലും സമ്മതിക്കില്ല. എൻ്റെ കല്യാണം ഉടനെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ചില ശ്രമത്തിലാണ് ഞാൻ. ആവശ്യമില്ലാത്ത ഒരു സംശയവും എൻ്റെ ഭർത്താവിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളുടേത് പ്രണയമോ സ്നേഹമോ പ്രേമമോ മോഹമോ ഒന്നുമല്ല, ഒരു പരസ്പര സഹായ സമ്മാന നിധിയാണ് മോനെ എന്ന് പറഞ്ഞു. എങ്കിലും ആ പ്രായത്തിൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ സഹായം വിലമതിക്കാനാവാത്തത് ആയിരുന്നു. അവരും എനിക്ക് വേണ്ടി പല കുസൃത്തരങ്ങളും ഈ ഉലകിൽ സംഭാവന ചെയ്തു, ഞാനും തിരിച്ച്. പക്ഷേ പരിധിയുണ്ടായിരുന്നു. പൂമുഖ കിളിവാതിൽ എന്നും ചേച്ചി അടച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ താഴമ്പൂവും കായാമ്പൂവും എല്ലാം എനിക്കന്യമായിരുന്നു. പക്ഷേ പലപ്പോഴും ഞാൻ ഒരു വഴി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്നോട് പറയും കല്യാണത്തിന് മുമ്പ് ഒന്നും പാടില്ല, ഇത്രയും പാടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എന്തിനു വേണ്ടിയാണ് നിന്റെ സഹായം ചോദിച്ചതെന്നും അതിന് കടക്കരുത് എന്ന് പറഞ്ഞ് ചെറിയ ശിക്ഷകളും എനിക്ക് തരാറുണ്ടായിരുന്നു. അങ്ങനെ മനസ്സുകൊണ്ട് ഏറ്റവും അടുത്ത ആളുകളായിരുന്നു ഞങ്ങൾ. രഹസ്യമായി ഞങ്ങൾ കമിതാക്കളെ പോലെയാണെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ എൻ്റെ +2 പരീക്ഷ കഴിഞ്ഞതോടുകൂടി ചേച്ചിയുടെ കല്യാണവുമായി. പിന്നീട് ഞങ്ങൾ തമ്മിൽ കാണാനുള്ള സാഹചര്യം തീരെ കുറവാണ്. പുള്ളിക്കാരി എന്നെ ഫോൺ വിളിക്കുകയോ എനിക്ക് ഫോണിൽ ബന്ധപ്പെടാനുള്ള യാതൊരു അവസരവും ഉണ്ടായിട്ടില്ല. എനിക്ക് അസൂയുണ്ടായിരുന്നു മാഡം. കാര്യം അതീവ സുന്ദരനായ ആരെയും മോഹിക്കുന്ന ഒരു ചെക്കനാണ് അവരെ കല്യാണം കഴിച്ചത്. അതും നല്ല പണമുള്ളൊരു മനുഷ്യൻ. ആർഭാടത്തോടു കൂടി അവർ വീട്ടിൽ വന്നിറങ്ങുന്നത് പലപ്പോഴും ഞാൻ കാണും. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അവരെന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കും. പക്ഷേ പണ്ടത്തെ നിഗൂഢമായ ഭാവങ്ങളൊന്നുമില്ല. എന്നെ വലിയ രീതിയിൽ അറിയാമെന്നോ സാന്ത്വനിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വാർത്തകളോ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഭാവങ്ങളോ അവർ പുറത്തുവിടില്ല. സത്യമായിട്ടും എനിക്കത് വലിയ അവഗണന പോലെയാണ് തോന്നിയത്. പല രാത്രികളിലും എനിക്ക് മിസ്സിങ് ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി മിസ് ചെയ്തു. പാലിന് വേണ്ടി ആർത്തി പിടിച്ച് കരയുന്ന ഒരു കുഞ്ഞായിരുന്നു ഞാൻ. പക്ഷേ പാല് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ താനേ അടങ്ങി. ഇനി പോയി വല്ല കുറുക്കോ ഇങ്കോ മറ്റോ നോക്കാം എന്നെൻ്റെ മനസ്സ് പാകപ്പെട്ടു. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു രഹസ്യ അധ്യായം അടഞ്ഞു. ഞാൻ കോളേജിൽ പോയി. ഏകദേശം 10 മാസത്തിന് മുമ്പാണ് പിന്നെ വേറെ ടെസ്റ്റ് ഉണ്ടായത്. ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവർ തന്നെ കാറിൽ വന്നിറങ്ങുന്നത് കണ്ടു. അവർക്കിപ്പോൾ കാറൊക്കെ ഓടിക്കാനും എല്ലാം അറിയാം, എല്ലാം സ്വന്തമായിട്ടുണ്ട്. അത്രയ്ക്കും വലിയ പണക്കാരനല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്. പുള്ളിക്കാരി കാർ പോർച്ചിലിറങ്ങുന്നത് ഞാൻ സിറ്റൗട്ടിൽ നിന്ന് കണ്ടു. ആ സമയത്ത് പതിവില്ലാതെ പുള്ളിക്കാരി എന്നെ കൈവീശി കാണിച്ച് ചിരിച്ചുകൊണ്ട് മതിലിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. പുള്ളിക്കാരിയും മതിലിൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവർ ശീലാവധി ചമഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ
പല കാര്യങ്ങളും മറന്ന് നല്ലൊരു വീട്ടമ്മയായിട്ട് ജീവിക്കുകയാണ്. അതിനിടയ്ക്ക് എന്നോട് സംസാരിക്കാൻ പോലും അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് ഇത്രയും നാൾ തോന്നിയത്. പക്ഷേ ഇപ്പോൾ വിളിച്ച് സംസാരിക്കുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ നീ ഇന്ന് വൈകുന്നേരമാകുമ്പോൾ എൻ്റെ കൂടെ കാറിൽ ഒരിടത്തേക്ക് വരണമെന്ന്. എവിടെയാണ് ചേച്ചി ചോദിച്ചപ്പോഴേക്കും ഒരമ്പലത്തിലാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് എന്തേ? ആ പുള്ളി ഇവിടെ ഇല്ല, ബിസിനസ് മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. നീ വരണം കേട്ടോ, 5 മണിയാകുമ്പോഴേക്കും കുളിച്ച് നിൽക്കണം, ഇന്ന് അവധി ദിവസമല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഒരുങ്ങി നിൽക്കാമെന്ന്. അവരോട് എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിച്ചത്, എന്നെ അവോയ്ഡ് ചെയ്തത് എന്തിനാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഗുണമുണ്ടായത്, ഇപ്പം എന്തിനാണ് തിരിച്ച് മിണ്ടാൻ വന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതെല്ലാം യാത്രയിൽ ചോദിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. 5 മണിയായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി. ഞങ്ങളുടെ വീട്ടുകാരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. അങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്തിനാണ് ചേച്ചി എന്നെ അവോയ്ഡ് ചെയ്തതെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, പിന്നെ ഞാനെന്ത് ചെയ്യണം, എൻ്റെ ഭർത്താവിനോട് പറയണോ, എനിക്ക് എന്നേക്കാൾ ഇളയ പയ്യനുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, ഡെവലപ്മെൻറ്റ് അസോസിയേഷനിൽ വർക്ക് ചെയ്യാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ നിന്നെ സഹായിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാനവിടെ എന്ത് ചെയ്തു? ഞാനിതുവരെ ഒന്നും കണ്ടിട്ടില്ല ചേട്ടാ, ആദ്യമായിട്ടാണ് എല്ലാം കാണുന്നത്. ചേട്ടൻ എന്നെ ഭൂലോകത്തിൻ്റെ ബർമ്മയൊന്ന് കാണിച്ചു തരൂ എന്നുള്ള രീതിയിൽ പെരുമാറണം. എങ്കിൽ മാത്രമേ ഭർത്താക്കന്മാർ സ്ത്രീകളെ വിശ്വസിക്കുകയുള്ളൂ. അതിനൊക്കറിയാമോ, എപ്പോഴും പുരുഷന്മാരടുത്ത് നന്നായി പെരുമാറിയില്ലെങ്കിൽ അവർ സംശയിക്കും. അതോടുകൂടി ദാമ്പത്യ ജീവിതം കുളമാകും. നമ്മൾ തമ്മിൽ ഉള്ള കാര്യങ്ങൾ ആരുടെങ്കിലും പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടാണെന്ന്. അത് കഴിയുമ്പോൾ ഞാൻ ഭർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു. എന്നിട്ട് ചേച്ചി എന്തിനാണ് ഇപ്പം അതിൻ്റെ അവിടെ നിന്നിട്ട് എൻ്റെ കൂടെ വാന്ന് പറഞ്ഞത്? അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നീ കോപിക്കാതിരിക്കടാ, ഞാൻ പറയാം. എന്തായാലും എനിക്ക് നിന്നോട് അതീവ വാത്സല്യം ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ. നിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണ് ഞാനാണെന്ന് എനിക്കറിയാം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആണ് നീയുമാണ്. കൂടുതലായുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്കിടയിലില്ലെങ്കിലും നമ്മൾ തമ്മിൽ നല്ലൊരു ഇമ്പമില്ലേ മോനെ, നല്ലൊരു ഇഴയെടുപ്പമില്ലേ? അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായടാ. എന്താ ചേച്ചി, എന്ത് പറ്റി, അങ്ങർക്ക് കഴിവില്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എന്നെ കുസൃതിക്കടിച്ചു. എടാ കഴിവൊക്കെ ഉണ്ട്, കഴിവങ്ങ് കൂടുതലാണ്. നിനക്കൊരു കാര്യം പറയാമോ, അദ്ദേഹം വലിയൊരു ബിസിനസ്മാനാണ്. അതുകൊണ്ട് എന്താ ചേച്ചി? എടാ അവരുടെ ജീവിതശൈലി വേറെയാണ്. പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല ബന്ധങ്ങളുമാണ്. ബിസിനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പരസ്പര കൈമാറ്റങ്ങൾ പലതുമുണ്ട്. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? എടാ നീ സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ജീവിതശൈലിയാണ്, സദാചാരമൊന്നുമില്ല. ഞാനിപ്പോൾ എന്താ ഓർത്തത്, എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ ഞാൻ മറ്റൊരാണിനെ അറിയാത്തവളായിട്ട് നിൽക്കണമെന്നാണ്. പക്ഷേ എൻ്റെ ഭർത്താവിന് ഒരു നിർബന്ധവുമില്ല. പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അയാൾ ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ നോക്കി ചിരിക്കും. പിന്നീട് അവർ അവരുടെ കമ്പനിക്ക് വേണ്ടി പോകും. എനിക്ക് യാതൊരു ബന്ധങ്ങളുമില്ല, ചേട്ടൻ മാത്രമാണ് എൻ്റെ മനസ്സെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് പുജിച്ചിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഫീൽഡ് അങ്ങനെയല്ല. ചിലപ്പോൾ ഗുണമുണ്ടാകാൻ വേണ്ടിയിട്ടും സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും വേണ്ടിവരും. എൻ്റെ ഭർത്താവ് എൻ്റേത് മാത്രം, എൻ്റെ ഭാര്യ എൻ്റേത് മാത്രം എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇവിടെയില്ല. ഇവിടെ ഇതൊക്കെ ലീഗലി ഭാര്യ ഭർത്താക്കന്മാരാണ്. സമൂഹത്തിന് മുന്നിൽ നല്ല കുടുംബത്തിൽ നിന്ന് നല്ലൊരു പെണ്ണെ കല്യാണം കഴിക്കുക, അതിൽ 1-2 മക്കളും ഉണ്ടാകുക എന്ന് വെച്ചിട്ട് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുമ്പോഴേക്കും അവനവൻ്റെ ഇഷ്ടമനുസരിച്ചായിരിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, നീ ഈ സംസ്കാരമൊക്കെ മാറ്റണം. നാട്ടുപുറത്തുള്ളത് നാട്ടുപുറത്ത് പോകുമ്പോൾ അവിടെ പ്രകടിപ്പിക്കുക. ഇവിടെ അതൊന്നും വേണ്ട. മോൾക്ക് ഏതെങ്കിലും സുന്ദരനെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ എന്നോട് പറയുക. മോൾക്ക് ഊട്ടിയിലോ കൊടൈക്കനാലിലോ എവിടെ വേണമെങ്കിലും പോകാം. നിങ്ങൾക്ക് തേയിലത്തോട്ടത്തിന് നടുക്ക് വെച്ച് ആടിപ്പാടാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ ചിലപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സ്ത്രീകളുമായി പല സ്ഥലത്ത് ചുറ്റിന്നിരിക്കും. അതൊന്നും നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കില്ല. എല്ലാവർക്കും പേഴ്സണൽ സ്പേസ് വേണം, പേഴ്സണൽ ഇൻട്രസ്റ്റ് വേണം എന്നാണ് പുള്ളി പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം എനിക്കിതൊന്നും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അറപ്പും വെറുപ്പുമായിരുന്നു. പക്ഷേ പുള്ളി തന്നെയാണ് ചില സുന്ദര കുട്ടിപ്പന്മാരുമായിട്ട് എനിക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തന്നത്. ചെറിയ രീതിയിലുള്ള മദ്യസൽക്കാരങ്ങൾക്കിടയിൽ അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിച്ചു. അന്ന് മോനെ ഞാനും മഞ്ചലിലേറി ഒന്ന് തൂങ്ങിയാടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഊഞ്ഞാലാട്ടത്തിൻ്റെ ഒരു മികച്ച അനുഭൂതി. പിന്നെ ഞാൻ ഓർത്തു, അദ്ദേഹത്തിന് ഇങ്ങനെ പോകാമെങ്കിൽ എനിക്ക് എങ്ങനെയും പോകാം. ഇപ്പം 1 വർഷം ആകാറാകുന്നില്ലേടാ.
അതിൽ കൂടുതൽ എണ്ണം ഞങ്ങൾ രണ്ടുപേരും കൂടി തികച്ചു കഴിഞ്ഞു. എത്രയോ അടുത്ത് പോയി. കൂട്ടമായിട്ടും ഞങ്ങൾക്ക് പല ആക്ടിവിറ്റീസും ഉണ്ടെന്ന് പറഞ്ഞ് ചേച്ചി ഓരോ കാര്യങ്ങളും വിവരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇതൊക്കെ യഥാർത്ഥമാണോന്ന്. യഥാർത്ഥമാടാ, പച്ച പരമാർത്ഥം. ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയതെന്താ? നിന്നോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടാണോ? ഒരിക്കലുമല്ല മോനെ. ഭർത്താവിൻ്റെ മുന്നിൽ നല്ലവളാകാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആ കഥകളൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ട്യൂഷൻ എടുക്കുമ്പോൾ എനിക്കുണ്ടായ ആദ്യ അനുഭവം, നീ എൻ്റെ ഡെവലപ്പറായ കഥ. അത് കേട്ട് ഭർത്താവ് ദേഷ്യപ്പെടുന്നത് ഞാൻ കരുതിയെങ്കിലും അദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് മസിൽ പിടിച്ച് നിൽക്കുന്നത്? അവൻ്റെ കൂടെ കറങ്ങിക്കൂടെ? അവനെയും നമ്മുടെ കൂട്ടത്തിൽ ചേർത്തുകൂടെ? അവനെയും നമ്മുടെ ഗ്യാങ്ങിലെ ഉണ്ണിക്കുട്ടനാക്കാം മോളെ. നിന്റെ ഇഷ്ടം കഴിയുമ്പോൾ ഇവിടെ ചേച്ചിമാരും കൊച്ചമ്മമാരുമൊക്കെ കാത്തിരിക്കുകയാണ് സുന്ദരക്കുട്ടപ്പനായ ഒരു കോളേജ് കുമാരനെ കിട്ടാൻ. അവനെ കൊണ്ട് നമുക്ക് ബിസിനസ്സിലും ഗുണങ്ങളുണ്ടാക്കാം മോളെ എന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞിടാം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്, ബിസിനസ്സിൽ അങ്ങേർക്ക് ഗുണമുണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നീയാണ് എൻ്റെ ആദ്യ പുരുഷൻ. നീ പലപ്പോഴും അതിർത്തി കടന്ന് പൂങ്കാവനത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ തടഞ്ഞു. ഇനിയിപ്പോൾ ഒരു തടസ്സവുമില്ല. നിന്റെ സ്വപ്നവും എൻ്റെ സ്വപ്നവും പൂവണിയും. നീ എൻ്റെ ഫ്ലാറ്റിലേക്ക് വാ. അദ്ദേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല മോനെ. സ്വതന്ത്രമായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് ചേച്ചി വിശദമായി പറഞ്ഞ് ഫോൺ നമ്പരെല്ലാം തന്നിട്ടാണ് പോയത്. അത് കേട്ടപ്പോൾ അമ്പരപ്പും ഉണ്ടായി. ജീവിതത്തിൽ എൻ്റെ ഈ ആഗ്രഹങ്ങളൊന്നും നടക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴത് മാടി വിളിക്കുന്നു. പൂങ്കാവനത്തിൽ കിന്നരം വായിക്കാൻ എനിക്കെന്ത് മോഹമായിരുന്നു. പക്ഷേ അടഞ്ഞു കിടന്ന വഴിത്താരകളിൽ ഞാൻ എങ്ങനെ കയറി ചെല്ലുമായിരുന്നു. എല്ലാം എന്നേക്ക് പടഞ്ഞെങ്കിലും ഇപ്പോഴിതാ പിന്നെയും തുറക്കുന്നു, സ്വർഗവാതിൽ തുറക്കുന്നത് പോലെ. അങ്ങനെ ചേച്ചി എന്നെ വിളിച്ചു. എനിക്ക് യാതൊരു ധൈര്യക്കുറവുമില്ല. കാര്യം പുള്ളിക്കാരി ഗ്യാരണ്ടി എന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് നോക്കാനാണ്. ഞാനങ്ങനെ അവരുടെ ഫ്ലാറ്റിൽ ചെന്നു. ആദ്യമായിട്ടാണ് ചേച്ചി എന്നെ നവവധുവിനെ പോലെ സ്വീകരിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഭർത്താവുമായിട്ടും മറ്റുള്ളവരുമായിട്ടും എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും നീയാണ് എൻ്റെ ആദ്യത്തെ പുരുഷൻ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ശാന്തി മുഹൂർത്തമാണ് മോനെ. നീ എനിക്ക് ശാന്തിയും സമാധാനവും നൽകില്ലേ എന്ന് ചോദിച്ചു. ഞാൻ നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ ശാന്തിയും സമാധാനവും വേണമെന്ന് പറഞ്ഞ ചേച്ചി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ചുരികയും വാളും പരിചയമെടുത്ത് അങ്കത്തട്ടിലേക്ക് ഇറങ്ങി അടിച്ചു കയറി വാമോനെന്നാണ്. പെട്ടെന്ന് തന്നെ രംഗം ചൂട് പിടിക്കുകയായിരുന്നു. പരിചകൾ ആഞ്ഞുമുട്ടി, ചുരികകൾ വട്ടം കറങ്ങി, ശബ്ദമുഖരിതമായ പോർവേളുകൾ തുടർന്നു. മോനെ ചക്കരെ, എൻ്റെ ആദ്യമുത്തെ പുത്തരി അംഗം കുറിക്കട കുട്ട എന്ന് പറയുമ്പോൾ കുറിക്കാതിരിക്കാൻ പറ്റില്ലോ മാഡം. യുദ്ധം ഉടനെയൊന്നും തീരുന്ന യുദ്ധങ്ങളായിരുന്നില്ല. പക്ഷേ യുദ്ധത്തിൻ്റെ പരിസമാപ്തി വളരെ മനോഹരമായിരുന്നു. അങ്ങനെ ആദ്യത്തെ ആശങ്കകൾ മധുരതരമായ അനുഭവങ്ങൾക്ക് വഴിമാറി. അതോടുകൂടി ചേച്ചി വിളിക്കുമ്പോഴൊക്കെ ഞാൻ ടൗണിലെ ഫ്ലാറ്റിലേക്ക് പോകും. ഒരു വട്ടം പോയപ്പോൾ അവരുടെ ഭർത്താവും ഉണ്ടായിരുന്നു. പുള്ളി എന്നോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. എന്നെ തഴുകി തലോടി. ഒരു പ്രശ്നവുമില്ല, കംഫർട്ടബിളായിട്ടിരിക്കൂ, ഇന്ന് ഞാനും കാണും, ഞാനായിരിക്കും ഇന്ന് വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് പേടിയുണ്ടെങ്കിലും അദ്ദേഹമാണ് എനിക്ക് കൂടുതൽ സഹായം ചെയ്തത്. എന്നിട്ട് നീ മിടുക്കനാണ് എന്ന് പറഞ്ഞ് പുതിയ ചില ടെക്നിക്കുകൾ എനിക്ക് പകർന്നു നൽകി. നിഷ് ചേച്ചി അതിനനുസരിച്ച് എന്നോട് ചേർന്ന് നിന്നു. എന്നിട്ട് അവസാനം ഒരു ദിവസം ആ ചേട്ടൻ പറഞ്ഞു, മോനെ നിന്നെയും കൊണ്ട് നേരത്തെ വേറെ ഉപകാരം വേണം ചേച്ചി പറഞ്ഞല്ലോ. അതുകൊണ്ട് ചേച്ചി പറഞ്ഞത് എൻ്റെ മോൻ കേൾക്കണം. കാര്യം ഞങ്ങളുടെ അവിടെ ചില ആളുകളുണ്ട്, മോനെ പോലെയുള്ളവരെയാണ് ഇഷ്ടം, കുട്ടം വരില്ലേ എന്ന് ചോദിച്ചു. ആദ്യമൊക്കെ എനിക്ക് ഇത്തിരി പേടിയായിരുന്നു. പക്ഷേ നല്ല പോക്കറ്റ് മണി കിട്ടുമെന്ന് അവർ പറഞ്ഞു. പേടിച്ചാണ് ആദ്യം പോയത്. അത് 50 വയസ്സുള്ള സ്ത്രീയുടെ അടുത്തായിരുന്നു. എനിക്കത്ര ഇഷ്ടമൊന്നുമായിരുന്നില്ല. എങ്കിലും നല്ലൊരു തുക കിട്ടും മോനെ, നീ പ്രൊഫഷണലായി ചിന്തിക്കണം എന്ന് ചേച്ചി പറഞ്ഞതുകൊണ്ടും നേരത്തെ ചേട്ടൻ എനിക്ക് ചില ട്രെയിനിങ് ടെക്നിക്കുകൾ പറഞ്ഞതുകൊണ്ടും പിന്നെ 1-2 മരുന്നുകൾ എൻ്റെ കയ്യിൽ തന്നിട്ടുമുണ്ട്. ഇഷ്ടമില്ലെങ്കിൽ പോലും അവിടെ പ്രവർത്തിക്കാൻ പറ്റുന്ന മരുന്നുകളാണ്. സകല സന്നാഹങ്ങളുമായി ഞാൻ ആദ്യത്തെ മിഷൻ പൂർത്തിയാക്കി. എനിക്ക് കിട്ടിയത് നല്ലൊരു തുകയായിരുന്നു മാഡം. പിന്നീട് പണത്തോടുള്ള മോഹം മൂലം ആ ചേട്ടനും ചേച്ചിയും പറഞ്ഞത് കേട്ട് ഞാൻ പലപ്പോഴും ആ വഴിത്താരയിലേക്ക് പോയി. എനിക്ക് കൂടുതൽ പ്രസൻറ്റബിൾ ആകാനും കൂടുതൽ വരുമാനമുണ്ടാക്കാനും അവരെന്നെ പല ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകൾക്കും പറഞ്ഞയച്ചു. അതോടുകൂടി എനിക്ക് പിന്നെയും നല്ല പണവും അവസരങ്ങളും ഒക്കെ വരാൻ തുടങ്ങി മാഡം. ഇപ്പോൾ
പല ആളുകളും ഞാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാറുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തൊന്നും അറിയാതെ ഞാനതിന് പോസ് ചെയ്യാറുമുണ്ട്. അതിനും എനിക്ക് മണിക്കൂറുകൾ പറഞ്ഞ് പേയ്മെൻറ്റ് കിട്ടാറുണ്ട്. അതൊക്കെ ഡേഞ്ചറസ് ആകുമെന്ന് പറയുമ്പോൾ ചേച്ചി പറയും, വലിയ വലിയ ആൾക്കാരൊക്കെ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുകയുള്ളൂ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ പുറത്താകുകയാണെങ്കിൽ നിനക്ക് ഡിമാൻഡ് കൂടുകയുള്ളൂ. നീ ചെറിയൊരു ആക്ടർ എന്നുള്ള നിലയിലേക്ക് വളരാൻ ഞങ്ങൾ സഹായിക്കാം. സെലിബ്രിറ്റി ആകുമ്പോൾ ആളുകൾ അതൊക്കെ മറക്കും. ഇതൊക്കെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് കരുതിക്കോളും എന്നാണ് പറയുന്നത്. അവർ അവരുടെ ബിസിനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കാറുണ്ട്. എനിക്ക് പണം കിട്ടാറുമുണ്ട്. പക്ഷേ വലിയ വലിയ ആളുകളുമായിട്ടുള്ള ബന്ധമാകുമ്പോൾ അവർ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ചെല്ലണം. ഇല്ലെങ്കിൽ അവർ നമ്മളെ ഭീഷണിപ്പെടുത്തും. പിന്നെ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾക്കും അവർ നിർബന്ധിക്കും. ആ സമയത്ത് നമ്മൾ അനുസരിക്കാൻ വേണം. ഇഷ്ടമില്ലാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാകും. അവിടെ ഇഷ്ടത്തോടുകൂടി പെരുമാറേണ്ടി വരും. ഉള്ളിൽ ഒന്നുമില്ലെങ്കിൽ പോലും ഗുളികയൊക്കെ കഴിച്ച് അത്തരം കാര്യങ്ങൾക്ക് ഞാൻ മുൻകൈ എടുക്കേണ്ടി വരും മാഡം. ആദ്യമൊക്കെ ത്രില്ലിംഗ് ആണെന്നും രസകരമാണെന്നും തോന്നിയ കാര്യം ഇപ്പോൾ എനിക്ക് ശരിക്കും മടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷേ ചേച്ചിയും ചേട്ടനും പറഞ്ഞത് ഇത്തരം ഒരു സെറ്റപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൽ നിന്ന് മാറാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ വലിയ വലിയ ആളുകളുമായിട്ട് എനിക്കൊത്തിരി കോണ്ടാക്റ്റ് ഉണ്ട്. അവരെ ഒന്നും വെറുപ്പിക്കാൻ പറ്റില്ല. വെറുപ്പിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് പ്രശ്നമാകുമെന്നറിയാം മാഡം. സ്ത്രീകൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് പോലും ഇത്രയും പ്രശ്നമാണ് ഈ ഒരു ഫീൽഡിലെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. രസം പിടിപ്പിക്കുന്ന കാര്യമാണെന്ന് വെച്ചിട്ട് എടുത്തു ചാടി ഇങ്ങനെ രീതിയിലായല്ലോ എന്നോർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് പേടി തോന്നുന്നുണ്ട് മാഡം. എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നോർക്കാറുണ്ട്. പക്ഷേ നാല് ചുറ്റും എന്നെ ആളുകൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എപ്പോഴും അവർക്ക് ആവശ്യമുള്ളിടത്ത് ഞാൻ പറഞ്ഞു ചെല്ലണം. നല്ല പ്രശ്നങ്ങളും പ്രഷറും ഉണ്ട് മാഡം. എനിക്ക് മാഡത്തോട് ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. സ്ത്രീകളുടെ ജീവിതത്തേക്കാൾ കഷ്ടമാണ് ഈ ഫീൽഡിൽ നിൽക്കുന്ന പുരുഷന്മാരുടെ കാര്യങ്ങൾ. ഇതൊക്കെ വായിച്ചിട്ട് മാഡം എനിക്ക് മറുപടി തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ. ഏറ്റവും രസകരമാണെന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും മോഹിക്കുന്ന പണമാണെങ്കിലും മറ്റ് രസങ്ങളാണെങ്കിലും അതൊക്കെ അധികമായാൽ അമൃത വിഷം. അതിനെല്ലാം സൈഡ് എഫക്ട്സുകളുണ്ട്. അപ്പോൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ അവസരം കിട്ടുന്നില്ലല്ലോ, ഇത്രയും പണം എനിക്ക് കിട്ടുന്നില്ല, ഇത്രയും കൊച്ചമ്മമാർ എനിക്ക് സൗഹൃദത്തിൽ വരുന്നില്ല എന്നോർക്കാം. പക്ഷേ അവിടെയും ഭീഷണിയും മറ്റ് പ്രശ്നങ്ങളും പ്രഷറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്നേഹിച്ചും ജോലി തരാമെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ നടിയാക്കാമെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ ചെയ്ത് എത്രയോ സ്ത്രീകളാണ് ഓരോ ദിവസവും ഇത്തരം വലകളിലായിക്കൊണ്ടിരിക്കുന്നത്. അവർക്കതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. കാര്യം ഇതിങ്ങനെ വിസ്തൃതമാണ്. പലവിധ ഭീഷണികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ പറയുന്ന പോലെ ഈസി ആയിട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഓർക്കും ആണുങ്ങളാണെങ്കിൽ അത് എളുപ്പമാണെന്ന്. അങ്ങനെയല്ലെന്ന് മനസ്സിലാകുമല്ലോ. പലപ്പോഴും ചുമ്മാ നടക്കുന്ന, നമ്മൾ നോക്കുമ്പോൾ സാധാരണ രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ വീട്ടമ്മമാർ, പുരുഷന്മാർ, ചെറുപ്പക്കാരെ ഒക്കെ ഒരു സുപ്രഭാതത്തിൽ അവരുടെ ജീവിതം അവർ കളയാറുണ്ട്. നമ്മൾ അമ്മി കുമ്മി മറിഞ്ഞ് നോക്കിയാലും അതിൻ്റെ പിന്നിലുള്ള കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാര്യം അതിനൊക്കെ കാരണം അവരുടെ രഹസ്യ ജീവിതമായിരിക്കും. ഇതേപോലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അത്തരം ഡേഞ്ചറസ് ആയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രഷർ ഉണ്ടാകും. അത് താങ്ങാൻ പറ്റില്ല. അത് മാത്രമല്ല ഭീഷണിയൊക്കെ ആയി വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരിടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാണെന്നുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്ത്രപരമായി നിൽക്കുക. എന്തായാലും പണം ഇഷ്ടം പോലെ സമ്പാദിക്കുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്തൊരു കോഴ്സ് അടുത്തൊരു രാജ്യത്ത് ചെയ്യുന്നേ. എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഇവരുടെയൊക്കെ കൺമുന്നിൽ നിന്നും ഈ കുരുക്കിൽ നിന്നും മാക്സിമം പൈസ ഉണ്ടാക്കിയ ശേഷം വെളിയിൽ ചാടുക. എന്തായാലും നിനക്കിതിൽ കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളൊന്നുമല്ല. പക്ഷേ ചില സമയത്തൊക്കെ അത് മറ്റുള്ളവരുടെ ഒരു നിർബന്ധ ബുദ്ധി മൂലം ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. തൽക്കാലം ആരെയും വെറുപ്പിക്കാതെ ഒരു പ്ലാൻ ഉണ്ടാക്കുക, സമ്പാദിക്കുക. അത് കഴിഞ്ഞ ശേഷം നിൻ്റെ ജീവിതം നോക്കി ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിതം കെട്ടിപ്പടുക്കുക. എന്തായാലും ഇപ്പോൾ വിദേശത്തൊക്കെ പോവുകയും ജോലി ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് വലിയൊരു കാര്യമായിട്ട് എല്ലാവരും കരുതുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവരാരും അറിയാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി നിനക്കിതിൽ നിന്ന് ഈസി ആയിട്ട് കടക്കാം. ഇനി അതിനെതിരെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒത്തിരി കാര്യങ്ങളിൽ അത് കോംപ്ലിക്കേറ്റഡ് ആകും. അതുകൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ അത്രയും വലിയ മനോവിഷമത്തിന് നിൽക്കേണ്ട കാര്യമില്ല. നീ ഈ ഒരു പ്ലാൻ ഉണ്ടാക്കി നിൻ്റെ കാര്യം നോക്കി രക്ഷപ്പെടുക. ഇത് തുടരരുത്. തുടരാൻ പറ്റുന്നൊരു കാര്യമല്ല, നല്ലതല്ല. എനിക്ക് കേൾക്കുന്നവരോട് പറയാനുള്ളത്, കേട്ടാൽ രസമാണെന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. എല്ലാത്തിനും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതിലേക്കൊന്നും ആരും പോകരുത്.